എന്താ മാർക്കറ്റില്ലാടി ഇന്ന് ഇത്ര മര്യാദക്കാണല്ലോ? എന്ത് പറ്റി? ഒന്നുമില്ല. കാന്താരി, ഏതിലും രണ്ടിലും നിറഞ്ഞിട്ട് മറന്നവനാ ഞാൻ. എന്റെ കൊനിഷ്ഠ ബുദ്ധി കണ്ടല്ലോ. കണ്ടു. ആ, പക്ഷെ ഇന്ന് നിന്റെ കോഴിയെ മുഴുവൻ വിട്ടിട്ടേ ഞാൻ കച്ചവടത്തിനുണ്ട്. പിന്നെ പാവാടത്തുമ്പോ എളി കുത്തി ആമ്പിള്ളേരെ മയക്കാൻ നിൽക്കണ്ട. പൂതി കയറി ഏതെങ്കിലും ഒരുത്തനങ്ങ് വരും വാതിലും പൊളിച്ച്. ചിരിക്കും പെണ്ണേ, നിന്റെ ആ ചൊടിയും ചുണയും കളയല്ലേ. അത് പോയാൽ നിന്നോടുള്ള ഇഷ്ടം പോകും. രംഗണ്ണന്റെ പിള്ളേരുടെ ചുണ എന്താണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കടാ. നിലനില്ലേ. അപ്പോ ഈ രംഗേട്ടൻ രംഗപ്രവേശം ചെയ്തിട്ടില്ലല്ലേ? അല്ല, കുറെ കാലമായി പുള്ളിയെ കുറിച്ച് കേൾക്കുന്നു. ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഇവിടെ ഇല്ലേ? കൊടുങ്കാറ്റിന് സ്ഥിരം കൂടില്ലടാ. വരും, വന്നതുപോലെ പോകും. അടുത്ത വരവ് വരെ ആദ്യത്തെ ഓർമ്മ കാണും. ഇവിടെ നിന്ന് നിനക്ക് ജീവനോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അത് കാണാനുള്ള യോഗമുണ്ടാവും. എടാ ചന്ദ്രു, ശിവന്റെ ഇരിപ്പിടം കൈലാസത്തിലാ എന്ന് വെച്ചാ ഹിമാലയത്തിന്റെ മുകളില്. അവിടെ മിറപ്പിക്കാൻ ഒരു കാറ്റും ജനിച്ചിട്ടില്ല. നോക്കി നിൽക്കാതെ കൊടുക്കടാ. ഈ സർക്കിളിൽ ചാർജ് എടുക്കുമ്പോഴേ കൊളീഗ്സ് എല്ലാം വാൺ ചെയ്തിരുന്നു. രംഗൻ എന്ന് എല്ലാരും വിളിക്കുക. അവനെ മാത്രം തൊട്ടുകളി വേണ്ടാന്ന്. അവൻ ഊട്ടിയിലെ മൊത്തം പോലീസ് ഫോഴ്സിനേക്കാൾ സ്ട്രോങ്ങാ. സർക്കാരിൽ നിന്ന് കിട്ടുന്നതിന്റെ നാലിരട്ടി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നാറുകളും ഇതിനകത്തുണ്ട്. എനിക്കൊരു അപേക്ഷയുണ്ട് സർ. ആ കോളനിയിലെ പാവം മനുഷ്യരെ അവന്റെ ഗുണ്ടകൾ ഉപദ്രവിക്കരുത്. ഊതിയാൽ അണഞ്ഞു പോകുന്ന മൺവിളക്കുകൾ പോലെയാണ് അവരുടെ ജീവിതം. ഞാൻ കാരണം കുറച്ചു നാളത്തേക്ക് ഞാൻ അവിടെ കോൺസ്റ്റബിൾസിനെ ഡ്യൂട്ടിക്കിടാം. പക്ഷേ തന്റെ കാര്യം, താനാണ് അവരുടെ ലക്ഷ്യം. അതെന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് സർ. കണ്ണിന് മുന്നിലൂടെ വരുന്ന എന്തും ഞാൻ നേരിടും. പിന്നിലൂടെ വന്ന കീഴ്പ്പെടുകയല്ലേ നിവർത്തിയുള്ളൂ. വരട്ടെ സർ. ലക്ഷ്മി, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ കണ്ടില്ലായിരുന്നു. ഓടി റോഡിലേക്ക്. എന്റെ തെറ്റാ. കാലെന്താ? നടക്കാനാവുന്നില്ലല്ലേ? സാരമില്ല, വീട്ടിലെത്തി ഞാൻ തൈലിട്ട് തടയിക്കോളാം. ഇല്ല, ഈ കാലം കൊണ്ട് നടക്കാനാവില്ല. ഞാൻ കൊണ്ടാക്കാം. വാ. മാർക്കറ്റിൽ നടന്ന കാര്യങ്ങള് മോള് പറഞ്ഞ് ഞാൻ കേട്ടു. ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഒന്ന് കാണാൻ. ആൺകുട്ടികളെ എനിക്ക് ഇഷ്ടാ, ബഹുമാനാ. എന്തായിരുന്നു അസുഖം? അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല മോനെ. നട്ടല് തല്ലി ചതച്ചതാ. ഞാനൊരു പോലീസുകാരനായിരുന്നു, അറിയാമോ? ഇല്ല. വിശിഷ്ട സേവനത്തിന് ചിലർക്ക് മെഡല് കിട്ടും. എനിക്ക് കിട്ടിയത് ഇതാ, രംഗന്റെ കയ്യിൽ നിന്ന്. അവനെ, ആ തെണ്ടിപ്പട്ടി ആദ്യമായി കയ്യാമം വെച്ച് നിരത്തിലൂടെ നടത്താൻ ധൈര്യം കാണിച്ചത് ഞാനൊരുത്തനാ. അതിന്റെ പക അവൻ വീട്ടി. ഇപ്പോ എന്റെ മോൾക്കൊരു ഭാരമായിട്ട്
ഇങ്ങനെ മേലോട്ട് നോക്കി കിടക്കുക. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം ഇവരുടെ തള്ള മരിച്ചു. ഇപ്പൊ താഴെയുള്ളവർക്കും എനിക്കും ഒരു നേരം ആഹാരം കഴിക്കണമെങ്കിൽ ഇവള് കോഴിക്കോട് ചുവന്നു പോണം. എന്തിനാ കാപ്പി ഉണ്ടാക്കാൻ പോയത്? ആ കാലും വെച്ച് നടക്കാതെ അവിടെ എവിടെയെങ്കിലും ഇരിക്കേ. സാരില്ല. മോനെ, ഞാൻ അങ്ങനെ വിളിക്കുന്നോണ്ട് വിഷമമൊന്നുമില്ലല്ലോ. അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവൂ. രംഗനോട് ഇടയുന്നത് സൂക്ഷിച്ചു വേണം. അവൻ ചതിയനാ, എന്തിനും മടിക്കാത്ത പിശാച. പിന്നി കൂടെ അവൻ ആക്രമിക്കൂ. ആ എന്താടി നീ ഇവിടെ കാലം നീട്ടിയിരിക്കുക? ഇന്നിവിടെ ഒന്നും വെച്ചുണ്ടാക്കുന്നില്ലേ? അവൾക്ക് കാല് വയ്യമ്മേ. എന്താ അവിടെ കാലിന് മുള്ളു കൊണ്ട? ആ സാറെന്താ ഇവിടെ? എന്റെ അമ്മയാ. അറിയാം. ഒരു നുള്ള അരി ഇല്ലല്ലോടി അകത്ത്. ഇത്തിരി കഞ്ഞിവെള്ളം കിട്ടാൻ ഞാൻ വല്ലയിടത്തും പോയി പിച്ച വേണ്ടനാ. ലക്ഷ്മി, എന്താ വരുന്നു? സാറ് പോവാന്നോ? ഒരു 5 രൂപ തന്നിട്ട് പോ സാറ്. കൊടുക്കണ്ട, കള്ളച്ചാരം കുടിക്കാനാ. ആണെങ്കിൽ നിനക്കെന്താടി? നിന്റെ അച്ഛന്റെ സമ്പാദ്യത്തിൽ നല്ലല്ലേ ചോദിച്ചത്? സാറ് താ സാറേ. ഈശ്വരാ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? അതെന്താ മൊത്തം അങ്ങനെ ചോദിക്കുന്നത്? മുന്നോട്ട് നോക്കിയില്ല എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. എനിക്ക് മാത്രം പ്രത്യേകത ഒന്നുമില്ലല്ലോ. ആ അത് തന്നെ എനിക്കും അറിയണ്ടേ. നിങ്ങൾക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അതെ, ലക്ഷ്മി ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോളാന്ന് വിചാരിക്കണ്ട. ഓ എന്ന് എന്നാ നേരങ്ങളണ്ട. നേരെ ചെന്ന് ഇത്തിരി എണ്ണ എടുത്ത് അവളുടെ കാല് തിരുമ്മി കൊടുക്കും. ഓടാ ഓടാ ചേർക്ക. എടീ ലക്ഷ്മിയേ, നീ ചാടിയതോ ചാടി. എന്നാ പിന്നെ 100 രൂപ ചോദിക്കാൻ പാകത്തിന് ചാടണ്ടായിരുന്നോടി. ലക്ഷ്മി, ഇതെന്താ മോനെ? കുറച്ച് അരി സാമാനങ്ങളൊക്കെയാ. വേണ്ടിയിരുന്നില്ല. പിന്നെ വേണ്ടാതെ എന്റെ അടുത്ത് വെച്ചാ ഉച്ചയ്ക്ക് കയറ്റുന്നത്. ഉണ്ണാൻ ഞാനും കൂടെ ഉണ്ടാവും. ആ സന്തോഷായി. ദാ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു കിട്ടില്ലെന്നറിയാം. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ. പക്ഷെ ഇങ്ങനെ നശിക്കാന്ന് കേൾക്കുമ്പോ ആര്? ആളുകളുടെ മുമ്പിൽ പിച്ച തണ്ടി കുടിയാത്രേ. എവിടെ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്താ നീ ആരെ കുറിച്ചാ പറയുന്നേ? കണ്ണൻ ജീവൻ ഒടുക്കിക്കളയേണ്ട സമയത്ത് അത് ചെയ്യാതെ കാത്തിരുന്നത് ഒന്ന് കാണണമെന്നുള്ള മോഹം കൊണ്ടായിരുന്നു. ഇതൊക്കെ മുമ്പിലൊന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലെന്നറിയാം. എന്നാലും മനസ്സ് പറയാ, ഏട്ടനൊന്ന് കണ്ടാൽ ഒന്ന് സംസാരിച്ചാൽ കണ്ണന് മനസ്സിലാവും. രാജപ്പൻ ചേട്ടൻ പോയി കണ്ടിരുന്നു. മുഖമടച്ചാട്ടി. പിഴച്ചുപോയ എന്നെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുകയല്ല, വെറുക്ക വേണ്ടെന്ന് പറയൂ. ഒക്കെ മറന്നിട്ട് നന്നായി ജീവിക്കാൻ പറയണം. Sir, sir, please give me 1 rupee, sir. Thank you, sir. அம்மா 1 ரூபா இருந்தா கொடுங்கம்மா, ரொம்ப பசிக்குதுமா. சார் 1 ரூபி சார். പോയാ തണ്ണി എടുക്കുന്നത് കാശ് കേൾക്കറിയാ? പോയാ. இல்ல சார், சாப்பாடு சார். പോ. என்ன சார் புது ஜோடியா? பொண்ணு பார்த்து கூட்டிட்டு போங்க, எவனா தள்ளிட்டு போயிட போறான். എന്നടാ சொன்னா பொறுக்கி ராஸ்கல். കള്ളറിങ്ങിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയോ? இல்ல, நான் எங்கேயும் வர மாட்டேன். നീ താലി കെട്ടി നിന്റെ പെണ്ണിന്റെ അടുത്തേക്ക് വിളിക്കുന്നത്? இல்ல, என்னால அங்க வர முடியாது. പിന്നെ ഇവിടെ പിച്ച തണ്ടി കുടിക്കാൻ തന്നെ ഞാൻ വിടുകയില്ല. பின்ன என்னென்ன செய்ய சொல்றீங்க? നിന്റെ പെണ്ണിന് ആ കഴിവറടവും മാനം കെടുത്തിയപ്പോ നീ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അത് തടയാൻ നിനക്ക് കഴിഞ്ഞോ? ഇല്ല. പോട്ടെ, ചങ്കൂറ്റത്തോടെ അവളെ സ്വീകരിക്കാൻ നിനക്ക് കഴിഞ്ഞോ? നീ നാട് വിട്ട് ഓടി പോരുന്നില്ലോ. போதும், நிறுத்துங்க. இனி நீங்க எதுவும் சொல்ல வேணாம். കണ്ണാ, ഉഷ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ ഒന്ന് കണ്ടത്. നിന്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ട് അവൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ? അവൾക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ எனக்கு அவ திருப்பி வேணும். அவளோட எனக்கு ஒரு புது வாழ்க்கை கிடைக்குமா? അവള് പിഴച്ച പെണ്ണാണ്. കഴിഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. எனக்கு எதுவும் நினைவில்லை, நினைக்கவும் நான் விரும்பல. ஒரு புது வாழ்க்கை எனக்கு அது போதும். സന്തോഷം നിനക്ക് അല്ലേ? നടക്കില്ല എന്നറിഞ്ഞിട്ടും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല തിരിച്ചു കിട്ടിയെന്ന്. നീ എന്താടി ഇവിടെ? ഇന്നുള്ള കല്യാണമാണ്.
നീ എന്ത് സമ്മാനം കൊടുക്കാൻ പോന്നെ? ഞാനൊന്നും കൊടുക്കുന്നില്ല. നീ കൊടുക്കില്ല. നീ പിശിക്ക് നമ്പർ 1 അല്ലേ? നിന്റെ കാലം എങ്ങനെയുണ്ട്? ആ, അയ്യോ ഇപ്പോഴും ഉണ്ട് വേദന. ഇപ്പൊ പോയില്ലേ വേന? പോയി. എടീ കള്ള ജാണ്ടൂസേ, നിന്റെ വിദ്യ എനിക്ക് അറിഞ്ഞൂടെ? കുടിച്ചിട്ട് നിക്കാൻ വയ്യ. ഞാൻ കുടിക്കും, കുളിക്കും. ഇന്ന് സന്തോഷത്തിന്റെ ദിവസം എടീ കാന്താരി. മണവാളിനെ കൊണ്ടുവന്നിരിക്ക്. ഒട്ടും കുഴലൊക്കെ വേണമായിരുന്നല്ലേ? ഒട്ടും കൊള്ളും നിറപറയും നിലവിളക്കും ഒക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. വലതുകാല് വെച്ച് വീട്ടിലേക്ക്. എന്താ ഇത്? എനിക്കിന് വേറെ ആരും ഇല്ല. ചെല്ല്. എന്നാ സന്തോഷമായിട്ട് എല്ലാവർക്കും കൂടി ഇത്തിരി ഭക്ഷണം കഴിച്ചാലോ? വയറ് നിറഞ്ഞപ്പോഴാ അവനൊരു ഭക്ഷണം. കണ്ണനെ വിഷയം വിട്. ഒരുപാട് സന്തോഷവും സങ്കടവും അവർക്ക് പറഞ്ഞു തീർക്കാനുണ്ടാവും. അതിന് രാത്രിക്ക് പ്രായം പോരാ. അവരെ തനിച്ചു വിട്. അറുമുഖം, സാർ എനിക്കൊരു തുള്ളിയോട് വേണം. റെഡി റെഡി. കാന്താരി നീ പോയില്ലേ? വീട്ടിൽ പോടി. ഈ പറയുന്ന ആൾ ആദ്യം ചെന്നാട്ടെ. നിന്ന് കറങ്ങുന്നുണ്ടല്ലേ? നീ വരണ്ട. ആരാ അത്? നമ്പ മുത്തതേ. ആ. മുത്ത് വന്ന് കൂട്ടിക്കിട്ട് പോടാ. പയ്യെ നിധിക്ക് കാവലിരിക്കുന്ന ഭൂതത്തിന്റെ മാതിരിയാ. എപ്പ பார்த்தாலும் அந்த பொண்ணு பின்னாடியா. അല്ല, നീ തുള്ളി തരാന്നോട്ടെ. இதுக்கு